വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ സിലബസ് ആണ്. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഗ്രൂപ്പ് ഡി എക്സാമിന് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്ലൈ ചെയ്യാത്തവരെ ലാസ്റ്റ് മിനിറ്റിലേക്ക് കാത്തു നിൽക്കാതെ എത്രയും വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യുക. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പിക്കാവുന്ന ഒരു തസ്തികയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. റെയിൽവേയിൽ ഒരു എൻട്രി കാഡറാണ് ആക്ച്വലി ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ജോലിക്ക് കയറാവുന്നതാണ്. അതുമാത്രമല്ല ഒരുപാട് വേക്കൻസി ഉണ്ട്. അതാണ് ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ ഒരുപാട് വേക്കൻസീസ് നമുക്ക് തരുന്ന ഒരു വലിയൊരു അവസരം, ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാവാനും അങ്ങനെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അല്ലെ ജോലി ചെയ്യാനും സെൻട്രൽ ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം ഇതിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. സിലബസിലേക്കാണ് കടക്കുന്നത്. നോക്കാം. 4 സെക്ഷൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിലബസിനെ, ഗ്രൂപ്പ് ഡിയുടെ സിലബസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസ്, ദെൻ മാത്സ്, മാത്തമാറ്റിക്സ്, ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, പിന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ 4 ഭാഗം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ജനറൽ സയൻസ് ആണ്, 2 മാത്സ് ആണ്, 3 എന്താണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്നാണ് പറയുന്നത്, അതാണ് മൂന്നാമത്തത്. 4 ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇതിൽ ഇംഗ്ലീഷ് ഇല്ല കേട്ടോ. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടോ RRB ഗ്രൂപ്പ് ഡിക്ക് എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഇല്ല എന്ന് RRB ഗ്രൂപ്പ് ഡി അല്ലെ RRB തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഇല്ല. അതല്ലാതെ സയൻസ്, മാത്സ്, റീസണിങ്, അതുപോലെ GK, കറണ്ട് അഫയേഴ്സ്, ഇത്രയാണ് ഉള്ളത്. ഇതിൽ 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ് കേട്ടോ. 90 മിനിറ്റ് ആണ്. 120 മിനിറ്റ് PWD കാൻഡിഡേറ്റ്സിന്, PWD കാൻഡിഡേറ്റ്സിനാണ് 120 മിനിറ്റ്സ് വരുന്നത് കേട്ടോ, സ്ക്രൈബോർഡ് കൂടിയിട്ട് എഴുതാനായിട്ട്. ജനറൽ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 90 മിനിറ്റ്സ് ആണ് ടൈം ലിമിറ്റ്. നമുക്ക് നോക്കാം ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്താന്നുള്ളത്. ഓക്കെ, ജനറൽ സയൻസ്. ജനറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ലൈഫ് സയൻസ് എന്നാണ് പറയുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും. നമ്മൾ ഒരു 10th ലെവലിലുള്ള CBSE 10th ലെവൽ NCERT ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ ബയോളജി, ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഏരിയയൊക്കെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ് അറിയേണ്ടത് കേട്ടോ. ബേസിക് ആയ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 10th ലെവലേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി മാത്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിന്റെ ഏരിയയിൽ നിന്ന് വരിക. അതിൽ തന്നെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. PSC ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, ടൈം ആൻഡ് വർക്ക്, അതൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്നതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതെങ്ങനെയാ മനസ്സിലാവുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ചെണ്ണം എടുത്തൊന്ന് നോക്കിയാലാണ് ഒരു പാറ്റേൺ എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, പക്ഷെ പഠിക്കാനുള്ള കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്. നമ്പർ സിസ്റ്റം പഠിക്കണം, ബോർഡ് മാസ് ഉണ്ട്, ഡെസിമൽസ് ഉണ്ട്, റേഷ്യോ ഉണ്ട്, LCM ഉണ്ട്, HCF ഉണ്ട്, അല്ലെ, പെർസെൻറ്റേജ് ഉണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, സ്ക്വയർ റൂട്ട് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിനിന്റെ കണക്കൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ഓൾജിബ്ര ഉണ്ട്, എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ ഏജ് കാൽക്കുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ബേസിക് ആയിട്ടുള്ള ഒക്കെ തന്നെ കലണ്ടർ, ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺ അല്ലെ. ടൈം ആൻഡ് വർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് മാത്സിന്റെ സിലബസ്. മാത്സിന് നല്ല ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഒരു SSC ലെവലിലുള്ള ചോദ്യങ്ങളൊന്നും RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കാറില്ല. നമ്മുടെ ഒരു നമ്മള് PSC ഒക്കെ പഠിക്കുന്ന ഒരു ലെവലിൽ തന്നെ പഠിച്ചാൽ മതി. പക്ഷെ ചോദ്യങ്ങളുടെ ഒരു രീതിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ദെൻ കംസ് ഇന്റലിജൻസ്. ജനറൽ ഇന്റലിജൻസ് റീസണിങ്ങിൽ ചോദിക്കുന്നത് കൂടുതലും നമുക്കറിയാലോ, ഒരു ലോജിക്കൽ റീസണിങ് ആണ് ശരിക്കും ഇവിടെ അനലൈസ് ചെയ്യുന്നത്. നമുക്കൊരു ലോജിക്കൽ റീസണിങ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അതിൽ എന്തൊക്കെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ബ്ലഡ് റിലേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ പസിൽസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അനലോജീസ് അല്ലെ, ചില ബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ ഓഡ് വൺ ഔട്ട് പോലെയുള്ളതൊക്കെ ഉണ്ടായിരിക്കും. ദെൻ കോഡിംഗ്, ഡീകോഡിങ്. കോഡിംഗ് ഡീകോഡിങ് തന്നെ നമ്പർ കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആൽഫബറ്റ്സിന്റെ കോഡിങ്ങും ഡീകോഡിംഗ് ഉണ്ടായിരിക്കും. ദെൻ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ, ഇപ്പൊ നമ്മൾ പറയില്ലേ പ്ലസ്, ഒരെണ്ണത്തിൽ പ്ലസ് ഇസ് ഈക്വൽ ടു ആണ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിലോജിസം, വെൻ ഡയഗ്രമുകൾ,
പിന്നെ അതുപോലെ തന്നെ കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അനലിറ്റിക്കൽ റീസണിങ്, ഡയറക്ഷൻ സെൻസ്, സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ്സും അസംഷൻസും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, പിന്നെ ക്ലാസിഫിക്കേഷൻ, ജംബ്ലിംഗ്, റിലേഷൻഷിപ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ജനറൽ ഇന്റലിജൻസും റീസണിങ് എന്നാണ് ഈ ഒരു ടോപ്പിക് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോജിക്കൽ റീസണിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. PYQs മാക്സിമം ചെയ്ത് പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ദെൻ ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിൽ ചോദിക്കുന്ന, നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് പരിശോധിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം. ഇപ്പോൾ 2024 മാത്രമല്ല 23-ലെയും 22-ലെയും കറണ്ട് അഫയേഴ്സ്, പൊതുവെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ ഒരു 2 വർഷത്തെ പ്രത്യേകിച്ച് അവാർഡുകളും കാര്യങ്ങളൊക്കെ, ഇപ്പൊ പത്മ പുരസ്കാരങ്ങൾ അല്ലെ, അതുപോലെ തന്നെ മറ്റ് നാഷണൽ ലെവലിൽ കൊടുക്കുന്ന അവാർഡ്സ്, പിന്നെ സ്പോർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ചോദിക്കാൻ റെയിൽവേക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണ്. അതുപോലെ GKയുടെ ഏരിയ വന്നു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ചോദ്യങ്ങൾ, സ്പോർട്സ് ഞാൻ പറഞ്ഞു, പിന്നെ കൾച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൾച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ചോദിക്കുമ്പോൾ ചില മോണിമെന്റ്സ് ഒക്കെ തന്നിട്ട് അത് ആരാണ് അത് പണിതത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് ഇപ്പോൾ ജോഗ്രഫി ആയിട്ടൊക്കെ റിലേറ്റഡ് ഒക്കെ ചോദിക്കാം, അത് ഏത് മൗണ്ടൻ റേഞ്ചസിലാണെന്ന് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഏൻഷ്യൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏൻഷ്യൻ ഇന്ത്യ നന്നായി പഠിച്ചാൽ തന്നെ കൾച്ചറൽ എലിമെന്റ്സ് കുറേ അതിന്ന് കിട്ടും. അപ്പോൾ കൾച്ചർ റിലേറ്റഡ് ആയിട്ട്, പിന്നെ അതുപോലെ യുനെസ്കോ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ അറിയണം. അതാണ് കൾച്ചറിൽ വരുന്നത്. ദെൻ പേഴ്സണാലിറ്റീസ്, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, അവർ ഏത് മേഖലയിലാണ് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, അതായത് ഇപ്പോൾ നാഷണൽ ഇൻകം എന്താണ്, പെർ ക്യാപിറ്റ ഇൻകം എന്താണ്, പിന്നെ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള പുതിയ സ്കീംസ്, എക്കണോമിക്സിൽ സ്കീംസ് നന്നായിട്ട് നോക്കുക. ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ്, പ്രീ ഇൻഡിപെൻഡൻസ് ഇറയിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലുള്ള എക്കണോമിക്സ് എങ്ങനെയാണ്, മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ്. ദെൻ പൊളിറ്റിക്സ്, ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, കറൻസീസ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഓരോ ചീഫ് മിനിസ്റ്റേഴ്സ് അല്ലെ, ഓരോ സ്റ്റേറ്റ്സിന്റെയും ചീഫ് മിനിസ്റ്റേഴ്സ് ആരാണ്, ഗവർണേഴ്സ് ആരാണ്, പിന്നെ പ്രധാന ദിനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ, എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നോക്കുക. അതിൽ തന്നെ ഈ UN ഇന്റർനാഷണൽ ഇയേഴ്സ് ഒക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് നോക്കുക. പിന്നെ കറൻസീസ്, പിന്നെ ക്യാപിറ്റൽസ്, ഇതൊക്കെ നോക്കണം. പിന്നെ എന്താണ്, കറണ്ട് അഫയേഴ്സ് ആണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നൊരു ഭാഗം. കറണ്ട് അഫയേഴ്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, നമ്മൾ 2 വർഷത്തേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണെന്നറിയോ, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പൊ നല്ലൊരു അവസരമാണ് ഇന്ത്യൻ റെയിൽവേയിലേക്ക് കയറാനായിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു എൻട്രി ലെവലായിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക്, ഒരു എൻട്രി കാഡറിലേക്ക് കയറാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗ്രൂപ്പ് ഡി മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കറിയാം റെയിൽവേയിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അല്ലെ, നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റുകളായിട്ടാണെങ്കിലും ക്വാർട്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് പാസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ് റെയിൽവേ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ബോണസ്, DA ഇതൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൃത്യമായ ശമ്പളം, കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഗ്രൂപ്പ് ഡിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് ഈ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ പുതിയൊരു ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ പറയുന്ന സിലബസ് ഓറിയന്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. കൃത്യമായിട്ട് മാത്സ് ആണെന്നുണ്ടെങ്കിലും, GK ആണെന്നുണ്ടെങ്കിലും, കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും, റീസണിങ്, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സിനെയും സിലബസ് ബേസ്ഡ് ആയിട്ടാണ് CCയിൽ കവർ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ഏറ്റവും ആസ് ഏർലി ആസ് പോസിബിൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക, എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, പാറ്റേൺ മനസ്സിലാക്കുക, സിലബസ് മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക. നമ്മളിവിടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ ഇത്രയേറെ അവസരങ്ങൾ ഇനി വരാനില്ല അല്ലെ. ഗ്രൂപ്പ് ഡി അത്രയും വലിയ അവസരങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ഏറ്റവും ആദ്യം തന്നെ ഗ്രാബ് ചെയ്യുക. ഓക്കെ, ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ സഹായിക്കാനായിട്ട് CC ഉണ്ട്. ഈ RRB ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ സാധിക്കും. താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്